നമ്മുടെ കേരളിൻ്റെ കാര്യം. പ്രോബ്ലം എന്താണെന്നറിയാമോ? കേരളിൻ്റെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല, ഐ എഗ്രി വിത്ത് യു. പക്ഷേ ഓൾറെഡി അവിടെ കൊണ്ടുപോയി കല്ലിട്ടു. സാർ, ആ കല്ലിട്ട സ്ഥലം ഒരു കോപ്പറേറ്റീവ് ബാങ്ക് പോലും എടുക്കില്ല, പണയം വയ്ക്കാൻ പറ്റില്ല. ഒരു ബാങ്ക് പണയം വയ്ക്കാൻ പറ്റില്ല. ഒരാൾ ആ സ്ഥലം വാങ്ങിക്കില്ല. മാത്രമല്ല, ഫൈനൽ ഡിസിഷൻ വന്നിട്ടില്ല ഗവൺമെൻറ്റിൻ്റെ. ഗവൺമെൻറ് ഇപ്പോഴും പറയുകയാണ് കേരയിൽ വരും എന്ന് പറയുകയാണ്. അപ്പോൾ ഈ കേരയിലോട്ട് വരുന്നുമില്ല, ഈ സാധനം വിൽക്കാനും പറ്റുന്നില്ല, പ്ലഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞതാണ് അപകടകരമായ നിലയിലാണ്. ഇത് പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, ഇക്കാര്യത്തിൽ ജപ്തി നടപടികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ ഒരു കാരണവശാലും പേടിക്കേണ്ട പ്രശ്നമില്ല. കേരളവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തന്നെ പരസ്യമായി ഇക്കാര്യത്തിൽ നടപടിയെടുത്തിട്ടുണ്ട്. അത് ഒരു കാരണവശാലും ഈ ഭൂമി വിൽക്കുന്നതിനോ പ്ലഡ്ജ് ചെയ്യുന്നതിനോ തകരാറില്ല. അത് വീണ്ടും ഉറക്കെ ആ കാര്യത്തിൽ ഗവൺമെൻറ് പറയുന്നുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാതെ ഉള്ള ആശങ്കകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ബന്ധപ്പെട്ട ബാങ്കുകളുമായി സംസാരിക്കാനുമുള്ള ഇടയുണ്ടാക്കൽ മാത്രമേ സാധ്യമാകുള്ളൂ.